എനിക്ക് കിട്ടിയ ഒരു മാങ്ങ അത് വെച്ച് നമുക്കുണ്ടാക്കാം ഒരു കറി. അപ്പോൾ അങ്ങനെ മാങ്ങ എല്ലാം ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ട് കേട്ടോ. എന്നിട്ടൊരു പാത്രത്തിലോത്തിട്ട് കുറച്ച് കറിവേപ്പില, മഞ്ഞൾ, പിന്നെ കുറച്ച് വിനീഗർ, അയ്യോ കൂടിപ്പോയി, കുറച്ച് വിനീഗർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഞെരടി തേച്ച് പിടിപ്പിച്ച് മാങ്ങയൊന്ന് സുന്ദരക്കുട്ടനാക്കി മാറ്റി അങ്ങോട്ട് വെച്ചു ഒരു 5-10 മിനിറ്റത്തേക്ക്. അപ്പം ഞാനങ്ങ് മാറ്റി വെച്ചു. പിന്നെ അതിനായിട്ടുള്ള ഒരു അര സവോള അത്ര എടുത്തിട്ടുള്ളൂ, ഒരു 10 ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതും കൂടി ഇട്ട് കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല കൈയൊക്കെ കഴുകണം കേട്ടോ. കൈ കഴുകി ശരിക്കും നന്നായി ഞെരടി തേച്ച് പിടിപ്പിച്ച എണ്ണയും പച്ചമുളകെല്ലാം അങ്ങനെ ചാറിറങ്ങി വന്ന് നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ എന്താ പറയുക നല്ല നീറ്റലെടുക്കൂലേ അതുപോലെ നല്ല തിരുമ്മി തേച്ച് പിടിപ്പിക്കണം. പിന്നെ ആവശ്യമുള്ള പൊടികൾ വേറെ എന്താണ്, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് നിങ്ങളുടെ എരിവിനനുസരിച്ചിടണം. എനിക്ക് കുഞ്ഞുങ്ങൾക്കായതുകൊണ്ട് കുറച്ച് മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് ഇങ്ങനെ കൊടുത്ത് ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്നാണ്. പിന്നെ നമ്മളിവിടെ എടുത്ത് തിരുമ്മി വെച്ചിരിക്കുന്ന മാങ്ങ അതും കൂടെ എടുത്ത് അതിൻ്റെ അകത്തോട്ടിട്ട് നല്ല ഇളക്കി മറിക്കണം. ഇതിൻ്റെ പേര് അങ്കമാലി മാങ്ങാക്കറി. അങ്കമാലിയിലല്ലാത്ത ഞാൻ അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബിലോ. പിന്നെ ഞാനിവിടെ ഒരു 2ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ 2ാം പാലും കൂടെ ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക എന്ന് ഞാൻ പറയും. അതിനുശേഷം നമ്മൾ സ്റ്റൗ ഓണാക്കുക, നമ്മുടെ പാത്രം എടുത്ത് അടുപ്പത്ത് വെക്കുക. നല്ല കട്ടിയുള്ള ഉരുളിയാട്ടോ. അടുപ്പത്ത് വെച്ച് ഒരു 5-10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിൽ കിട്ടും. നല്ല അടിപൊളി മണം വരുന്നുണ്ട് ഈ മാങ്ങയുടെ കേട്ടോ. സൂപ്പറായിട്ടുള്ളൊരു മണം വരുന്നുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ 1ാം പാൽ നല്ല കട്ടിപ്പാൽ ഞാനങ്ങ് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഈ പാല് പോലെ വെളുക്കണം എന്നൊക്കെ പറയാറില്ലേ, എന്നാ കളറായി പാലിന്, ഇതുപോലൊന്നും വെളുക്കണ്ട എന്നാലും. അപ്പോൾ പാലൊക്കെ ഒഴിച്ചപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ പാലൊക്കെ ഒഴിച്ച് ഞാനിങ്ങനെ തീ ഓഫ് ചെയ്തിട്ടാണ് ഒഴിച്ചത്. എന്നിട്ട് അടച്ച് ഒരു 15-20 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രമേ ഈ കറി എടുക്കാവുള്ളൂ. അപ്പോൾ നല്ല തിക്കായിട്ട് ഇതുപോലെ കിട്ടും കേട്ടോ. പിന്നെ അതിന് താളിപ്പ് വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു കേട്ടോ. ഞാൻ ഈ ചട്ടി അടുപ്പത്ത് വെച്ച് മറന്നുപോയി, നോക്കിയപ്പോൾ ആ പുകഞ്ഞ് തള്ളണം. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ട് നമുക്ക് താളിപ്പിന് ആവശ്യമായിട്ടുള്ള കടുക് വറ. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ചുമന്ന മുളക്, മുണ്ടുമുളകോ എന്ത് മുളകാണെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള അതിട്ട് കൊടുക്കുക. എന്നിട്ട് ആ മുളക് നന്നായിട്ടൊന്ന് പൊട്ടി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അല്ലെങ്കിൽ സവോള ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് ആ കറിയിലോട്ടൊന്ന് ഒഴിച്ച് പിന്നെ ആ കറി ഒരു നല്ല ചൂട് ചോറെടുത്ത് വെച്ച് കറി ഒഴിച്ചങ്ങ് കൂട്ടിയാലില്ലേ എൻ്റെ അമ്മോ എന്നാ ടേസ്റ്റാണെന്നറിയാമോ. ഈ അങ്കമാലി മാങ്ങാക്കറിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും തെറ്റോ പാകപ്പിഴകളോ ഉണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് വന്നോ അല്ലെങ്കിൽ കമൻറ്റിലോ നിങ്ങൾ അറിയിക്കാവുന്നതാണ്. പിന്നെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കുമോ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമാവൂലേ. പിന്നെ ബെൽ ബട്ടണും കൂടെ ഞെക്കിയേക്കാം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ മാങ്ങാക്കറി. ഇത് രാവിലെ 6 മണിക്ക് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. എൻ്റെ കയ്യിൽ ചിലപ്പോൾ വീഡിയോയിൽ ക്ലാരിറ്റി ഉണ്ടാവില്ല, ക്ഷമിക്കണം. ബൈ.